കളത്രം ഭാഗം 59. അവൾ ഞെട്ടി. അകലങ്ങളിൽ എവിടെയോ നിന്ന് അവൾ വിവേകിന്റെ ശബ്ദം കേട്ടു. ഒന്നും അറിയാതെ സൂരജിനെ മാത്രം നോക്കി പ്രതിമ പോലിരിക്കുന്ന സത്യയെ കണ്ട് വിവേക് അവളുടെ കവിളിൽ തട്ടി വിളിക്കുകയായിരുന്നു. ഒരൽപ്പം മാറി ഇതെല്ലാം കണ്ടുകൊണ്ട് സൂരജും. സത്യയിൽ നിന്നൊഴിയാൻ ഒരു അവിഹിതം കണ്ടെത്തിയ കുശാഗ്ര ബുദ്ധിയോടെ അവനിരുന്നു. ഞെട്ടിയുണർന്ന സത്യ എന്തു സംഭവിച്ചു എന്നറിയാതെ തറഞ്ഞിരുന്നു. എന്തു പറ്റി സത്യ? വിവേക് എന്താ തനിക്കരികിലെന്ന മട്ടിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നീ മുറ്റത്ത് മയങ്ങി കിടക്കുകയായിരുന്നു. ഉണർന്നെഴുന്നേറ്റിട്ടും ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടിട്ട് പേടിച്ചു പോയല്ലോ. വിവേക് ആദിയോടെ അവളോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും സൂരജിൽ പതിഞ്ഞു. അവനൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്നത് കണ്ടവളുടെ ചങ്ക് പൊടിഞ്ഞു. അല്പം മുമ്പ് സംഭവിച്ചത് തന്റെ ചിന്തകളിലെ ചിത്രങ്ങളായിരുന്നുവെന്ന് അവൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉണർന്നെന്നും സ്വപ്നം കാണാൻ കഴിയുമോ എന്നൊരു അങ്കലാപ്പിലായിരുന്നു അവൾ. അവളുടെ ശ്രദ്ധ സൂരജിലാണെന്ന് കണ്ടപ്പോൾ വിവേക് മുന്നിൽ നിന്ന് മാറി. സൂരജേട്ടാ. സത്യ കണ്ണുകൾ ചിമ്മി അവനെ നോക്കി. കഴിഞ്ഞോ നിങ്ങളുടെ പ്രേമനാടകം? നീ ആള് കൊള്ളാമല്ലോ സത്യ. ഒരാള് പോകുമ്പോൾ അടുത്തൊരാള്. പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ വിശാൽ, ഗൾഫിൽ നിന്നപ്പോൾ ഏതോ ഒരുത്തനും ഇവനും. ഇനി ആരേലും ഉണ്ടോ? അവന്റെ വാക്കുകളുടെ അമ്പേറ്റ് ആ പെണ്ണ് പിടഞ്ഞു. സ്വപ്നം കണ്ടതുപോലെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയാതെ അവൾ തളർന്നു നിന്നു. എന്തായാലും പൊള്ളിയാലും കഴിഞ്ഞാലും ബാക്കിയുള്ള പാർട്ടൊക്കെ പെർഫെക്റ്റ് ആണ് അല്ലേ? വഷളം ചിരിയോട് രണ്ടാളെയും ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് സൂരജ് എഴുന്നേറ്റു. സത്യം മയങ്ങിക്കിടന്ന സമയത്ത് മനസ്സ് കടന്നുപോയ രംഗങ്ങളെക്കാൾ ഭീകരമായിരുന്നു ബോധം തെളിഞ്ഞപ്പോൾ അവനെ ഇതുവിട്ട വിഷം പുരട്ടിയ അമ്പുകൾ. അവൾക്കുള്ളിൽ അവന്റെ മാലിന്യം നിറഞ്ഞ വാചകങ്ങൾ വീണ്ടും മുഴങ്ങി. അവൾ അതേ പരിഭ്രമത്തോടെ വിവേകിനെ നോക്കി. അവൻ ചുവരിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് ദേഷ്യം നിയന്ത്രിച്ച് നിൽക്കുന്നത് കണ്ടു. സൂര്യചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ഞാൻ ആരെയാ? ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരുന്നത്? ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ? ഞാൻ അനുസരിക്കാത്തത് കൊണ്ട്? പലവിധ ചിന്തകളോടെ ചോദ്യങ്ങളോടെ അവൾ സൂര്യനെ നോക്കി കണ്ണു നിറച്ചിരുന്നു. അവനോടൊരു വാക്കുപോലും സംസാരിക്കാൻ അവളുടെ നാവ് ഉയർന്നില്ല. തന്നെ കാണുന്ന നിമിഷം മറ്റെല്ലാം മറന്ന് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ വ്യക്തിയിൽ നിന്ന് കിട്ടിയ അപമാനം അവളുടെ സ്വത്വത്തെ തന്നെ തളർത്തി കളഞ്ഞിരുന്നു. ഈ സംഭവം ഒരു വലിയ പ്രശ്നം തന്നെയാക്കാനായിരുന്നു സൂരജിന്റെ ശ്രമം. വിവേക സത്യയെ എടുത്തുകൊണ്ടുവന്ന ദിവാനിൽ കിടത്തുന്നതും അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നതുമായ രംഗങ്ങളിൽ ചിലത് എഡിറ്റ് ചെയ്തു. മുട്ടുകുത്തി നിൽക്കുന്ന വിവേക് സത്യയുടെ കവയിൽ തട്ടി വിളിക്കുന്ന രംഗം ഒരു ചുംബന രംഗമാക്കി മാറ്റാൻ തറയിൽ നിന്ന് എഴുന്നേറ്റ് വിവേക് തോളിൽ മുഖത്തെ വിയർപ്പ് തുടയ്ക്കുന്ന രംഗം മാത്രം മതിയായിരുന്നു. അല്പനേരം കൂടി രണ്ടാളെയും വാക്കുകളുടെ പിന്തുണയില്ലാതെ നോട്ടം കൊണ്ട് അപമാനിച്ച് സൂരജ് പുച്ഛത്തോടെ അവന്റെ മുറിയിലേക്ക് പോകുമ്പോൾ സത്യയുടെ തല കുനിഞ്ഞു. വിവേകിന് അവളുടെ വിധേയത്വമോ ആ ഭാവമോ കണ്ട് ദേഷ്യം വന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കരുത് സത്യ. നിന്റെ ഈ നിൽപ്പിന്റെ അർത്ഥം എന്താ? മനുഷ്യനെ കൂടി പറയിപ്പിക്കാൻ. വിവേക ദേഷ്യത്തിൽ മാഷൂട്ടിയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. വിവേകിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതേ സമയത്ത് തുളസി എത്തുക കൂടി ചെയ്തതോടെ അവൻ മോളെയും കൊണ്ടുപോയി. തുളസിയെ ഫോൺ ചെയ്ത് നടന്നത് മുഴുവൻ അപ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു. സത്യയുടെ വിളറിയ മുഖത്തിന് കാരണം കിട്ടിയത് കൊണ്ടാകും അവരൊന്നും ചോദിക്കാൻ നിന്നില്ല. അല്ലെങ്കിലും എന്ത് ചോദിക്കാൻ? സൂരജ് തന്റെ മുറിയിൽ ഓരോന്ന് തിരയുകയായിരുന്നു. അപ്പോഴാണ് വാതിലിനരികിൽ ഒരു അനക്കം. അവന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. കുടിലമായ മോഹത്തോടെ അവളിലേക്ക് അടുത്തപ്പോഴാണ് അവളുടെ പൊള്ളിയ പാടുകൾ കൺമുന്നിൽ തെളിഞ്ഞത്. അവൻ അറപ്പോടെ മുഖം തിരിച്ചു. അതേ സമയത്താണ് കൃഷ്ണയുടെ കോൾ അവന്റെ ഫോണിൽ തെളിഞ്ഞത്. അവന്റെ ഫോണിൽ വന്ന കോൾ അവളും വ്യക്തമായി കണ്ടു. രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സെൽഫി. പേര് മൈ ലവ്. ഇന്നലെ താൻ അവരെ ഒരുമിച്ച് കോഫി ഷോപ്പിന്റെ മുന്നിൽ കണ്ടതും അതിനു മുൻപ് സുരഭിയുടെ ഫോണിൽ കോൾ വന്നപ്പോൾ തെളിഞ്ഞ പേരും ഫോട്ടോയും സത്യ ഓർത്തു. അവളുടെ ചുണ്ട് കൃഷ്ണ എന്ന് മൊഴിയുന്നതിനു മുമ്പ് സൂരജ് അവൾ അവിടെ ഇല്ലാത്ത ഭാവത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു. പിന്നെ നാടകീയമായി അവളെ നോക്കി. നീ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ സത്യ? നീ എന്താ ഇവിടെ? നിന്റെ കള്ളത്തരം ഞാൻ കൈയോടെ പിടിച്ചതിന്റെ പേരിൽ ഇനി എന്റെ അടുത്ത് വല്ലതും കാണിക്കാനാണോ? ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് വല്ലതും പറയാനാണോ? ഇപ്പോഴതാണല്ലോ ട്രെൻഡ്. നിങ്ങൾ പെണ്ണുങ്ങൾ എന്തോ പറഞ്ഞാലും പാവം ഞങ്ങൾ ആണുങ്ങൾ കുടുങ്ങിപ്പോവില്ലേ? സത്യ അവന്റെ സംസാരം കേട്ട് തറഞ്ഞു നിന്നു. സൂരജ് ആവട്ടെ അവന്റെ അഭിനയം തുടർന്നു. ഞാനായിട്ട് എന്തായാലും കണ്ട കാര്യം ആരോടും പറയില്ല സത്യ.
അവനും നിനക്കും ഇതൊക്കെ വെറും ശാരീരിക സുഖം മാത്രമാകും. പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ അത് ശരിയല്ല. എനിക്കൊരു അനിയത്തി കൂടിയുണ്ട് ഇവിടെ. സത്യ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നടന്നു. കോൾ വന്നപ്പോൾ മൈലവ് എന്ന പേരാണ് അവളിൽ വിള്ളൽ വീഴ്ത്തിയതെങ്കിലും അതിനെ തുടർന്നുള്ള അവന്റെ സംസാരവും അഭിനയും അവളെ ജീവനോട് ദഹിപ്പിച്ചു കളഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവന്റെ അവഗണന മറ്റു ലക്ഷ്യങ്ങൾ കൊണ്ടാണെന്ന് ചിന്തിക്കാൻ മടിച്ചു നിന്നു. അവൾക്ക് അത്ര വേഗത്തിൽ തുടച്ചെറിയാൻ പാകത്തിനായിരുന്നില്ലല്ലോ അവനോടുണ്ടായിരുന്ന ബന്ധം. ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് സൂരജ് കൃഷ്ണയോട് അല്പം എരിവോടെ പലതും പറഞ്ഞു. തെളിവിനായി വീഡിയോയും അയച്ചു നൽകി. വിവാഹം ഇനിയും വൈകിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ സത്യയെ വിവാഹം കഴിക്കാൻ താൻ നിർബന്ധിതനാകുമെന്ന് അവൻ അവളോട് പറയാതെ പറഞ്ഞു. കൃഷ്ണ, ഞാൻ ഇന്ന് തന്നെ നമ്മുടെ വിവാഹക്കാര്യം സംസാരിക്കും. എനിക്കൊരു ജോലിയില്ലാത്തത് തനിക്ക് പ്രശ്നമാണോ? പ്രണയത്താൽ അന്ധമായി നിന്നവൾക്ക് ആ ചോദ്യത്തിലെ കുടിലത എങ്ങനെ മനസ്സിലാവാൻ? അച്ഛനെ താൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവനൊന്ന് ചിരിച്ചു. സത്യ, ഇവിടെ ഉണ്ടാകും നീ എന്റെ കൺമുന്നിൽ. നിനക്കൊരുവൻ ഭർത്താവായി വരണമെങ്കിൽ പോലും ഈ സൂരജ് കനിയണം. അങ്ങനെ ഒരുവൻ നിനക്കൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. തന്റെ പ്ലാനുകളെല്ലാം നടക്കുന്നതോർത്ത് അവനൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി. സൂരജ് എത്തിയത് തുളസി അറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവത്തിലാണ് നിന്നത്. എന്നാൽ സുരഭി എത്തിയ ഉടനെ ഏട്ടനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടെ നിന്നു. കാര്യം പറഞ്ഞപ്പോൾ ജയദേവൻ നാളെ രാവിലെ അവിടെ എത്താമെന്നും പറഞ്ഞു. സത്യയുടെ വാടിയ മുഖം കണ്ട് ദുഃഖം തോന്നിയെങ്കിലും തുളസിയൊന്നും ചോദിക്കാൻ നിന്നില്ല. സുരഭി അരുണുമായുള്ള ചാറ്റിങ്ങിൽ ബിസിയായിരുന്നത് കാരണം ചുറ്റും നടക്കുന്നത് അറിഞ്ഞതുമില്ല. ചുരുക്കി പറഞ്ഞാൽ വാര്യത്ത് വീട്ടിലെ ഓരോ അംഗങ്ങളും അവരുടേതായ ലോകത്തിൽ വിഹരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പോലും നീ എപ്പോഴാ വന്നതെന്ന് തുളസി ചോദിക്കാൻ മുതിർന്നില്ല. സൂരജ് പറയാനും. സാധാരണ അവനെ വിളമ്പി ഊട്ടാൻ നിൽക്കുന്ന സത്യ ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് കണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു. അവനെ ഗവനിക്കാത്ത സത്യയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. അവനൊന്നും കഴിച്ചില്ലെന്ന് മനസ്സിലായിട്ടും സത്യ അനങ്ങിയില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും സത്യ തനിക്ക് മുന്നിൽ എന്നും വിധേയായി നിൽക്കണമെന്ന സൂരജിന്റെ വാശി തുളസിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ സത്യയുടെ പാത്രത്തിലേക്ക് വീണ്ടും ഭക്ഷണം വിളമ്പി നൽകി. പതിവില്ലാത്ത വിശപ്പ് അവൾക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാവും അവൾ ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരുന്നു. സുരഭിയുടെ കണ്ണ് തള്ളി വരുന്നുണ്ടായിരുന്നു. വിളമ്പി വെക്കുന്ന ചോറ് മടിയോടെ മാത്രം കഴിക്കുന്ന സത്യ ഇന്ന് രണ്ടാൾക്കുള്ളത് കഴിക്കുന്നത് കണ്ടിട്ട്. നിനക്കെന്തെങ്കിലും വേണോ സുരഭി? സത്യയെ നോക്കി കണ്ണു തള്ളി നിന്ന സുരഭിയെ കനപ്പിച്ചു നോക്കി തുളസി ചോദിച്ചു. അവൾ വേണ്ടെന്ന മട്ടിൽ മുഖം കോട്ടി. എങ്കിൽ സ്വന്തം പാത്രത്തിൽ നോക്കിയിരുന്ന് കഴിക്ക്. അല്ലെങ്കിലും നിന്റെ കണ്ണ് ഇവളുടെ മേലെയാണല്ലോ. തുളസി ഈർഷ്യയോടെ പറയുമ്പോൾ സുരഭി പല്ലുഞ്ഞെറുമി. അവളുടെ കണ്ണുകൾ അവരുടെ ഇടുപ്പിൽ തിരികിയ താക്കോലിലേക്ക് പോയി. സ്ഥിരമായി തന്റെ ബാഗിൽ നിന്ന് സുരഭി പൈസ എടുക്കുന്നത് തുളസിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴവർ ബാഗ് അലമാരിയിൽ വെച്ച് പൂട്ടി താക്കോൽ സാരിത്തുമ്പിൽ കെട്ടി ഇടുപ്പിൽ തിരുകും. നഷ്ടബോധത്തോടെ അത് നോക്കിയിരിക്കുമ്പോഴാണ് സൂരജിന്റെ കാര്യം അവൾ ഓർത്തത് തന്നെ. അതോടെ അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. സത്യ കിടക്കാൻ മുറിയിലേക്ക് വന്നപ്പോൾ ഏക വൈകിയിരുന്നു. അവൾ പൂജാമുറിയിൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തൊട്ട് തലോടിയിരുന്നു. മുറിവേറ്റ് പിടയുന്നത് അവളുടെ ഉള്ളം അതിനെ ശാന്തമാക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു. അവൾ തനിക്കുള്ളിൽ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മനസ്സ് ശാന്തമായെന്ന് തോന്നിയപ്പോഴാണ് മുറിയിലേക്ക് വന്നത് തന്നെ. അപ്പോഴേക്കും സൂരജിന്റെ മുറിയിലെ വെട്ടം അണഞ്ഞിരുന്നു. ദീർഘനിശ്വാസത്തോടെ വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത സത്യയെ സൂരജിന്റെ കരങ്ങൾ ചുറ്റി വരിഞ്ഞു. അവൾ അവന്റെ കൈ തട്ടിമാറ്റി. എന്നാൽ ലൈറ്റ് ഇടും മുമ്പ് അവൻ തടഞ്ഞു. വേണ്ട സത്യ, ലൈറ്റ് ഇട്ടാൽ പിന്നെ നിന്നെ കാണുമ്പോൾ തന്നെ മേല് പെരുക്കും. പിന്നെ എങ്ങനെ ഒന്ന് അടുത്തെങ്കിലും ഇരിക്കുന്നത്? ഇതാവുമ്പോൾ എനിക്കും നിനക്ക് ഓക്കെ അല്ലേ? നിനക്ക് പിന്നെ ലൈറ്റ് ഇടുന്നത് പണ്ടേ ഇഷ്ടമല്ലല്ലോ, നാണമല്ലേ? അതുവരെ നിശബ്ദത പൂണ്ടു നിന്നവൾ അവനെ തള്ളി മാറ്റി ലൈറ്റ് ഓൺ ചെയ്തു. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ അമ്മയെ വിളിക്കണോ? വിളിച്ചാൽ ഈ രാത്രി തന്നെ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും. എന്തുവാടി നീ കിടന്ന് തിളയ്ക്കുന്നത്? അവനെ കണ്ടിട്ടാണോ, വിവേകിനെ? അതോ മറ്റവൻ പോലീസിലാണെന്നുള്ള ധൈര്യമോ? അതുമാത്രമല്ല, സത്യാർത്ഥി തുഷാർ തീർത്തേക്ക് ഇന്ന് അമ്മ വീടെന്ന് പറയാൻ ഒരു ഇടമുണ്ട്. അവിടെ 3 സഹോദരങ്ങളുണ്ട്, നട്ടലുള്ള ആൺകുട്ടികളായി. സൂര്യചേട്ടൻ വന്നെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ എത്തും അവരെല്ലാം. ഞാനാരുടെ അടിമയല്ല. അടിമയാക്കി വെച്ചിട്ടുണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ വെറുതെയാ. അതൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. ഇന്നിപ്പോ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇറങ്ങി പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ വിലങ്ങ് വെച്ച് പണ്ട് തല്ലിയ പ്രതികാരം തീർക്കാൻ ഞാൻ വിശാലേട്ടൻ ഒരു അവസരം നൽകും. സത്യ യാതൊരു ഭയവും കൂടാതെ ചീറി.
സൂരജ് അവളുടെ ഭാവമാറ്റത്തിൽ അമ്പരന്നു പോയി. നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ? ഞാൻ കാണാത്തതും അറിയാത്തതും ഒന്നും നിന്നിലില്ല. എത്ര കൊല്ലമായി ഞാൻ കൊണ്ടു നടന്നതാടി നിന്നെ. പഴകി തേഞ്ഞൊരു വസ്തു. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ പോലും നിനക്ക് വല്ല യോഗ്യതയുമുണ്ടോ? പരിശുദ്ധി എന്നത് പെണ്ണിന് എത്രത്തോളം വിലപ്പെട്ടതാണെന്നറിയുമോ? നിന്റെ പിന്നാലെ ഒലിപ്പിച്ചു നടക്കുന്നവരൊക്കെ ഞാൻ നിന്നെ ഒന്ന് വർണ്ണിച്ചു കൊടുത്താൽ ഒരു രാത്രിയിലെ മോഹം തീർത്ത് പൊയ്ക്കോളും. ശരിക്കും ഒരു വേശ്യാലയത്തിൽ ജനിക്കേണ്ടവളാണ് നീ. അത്രയ്ക്കുണ്ട് നിന്റെ കഴിവ്. ഒരു പെണ്ണിന്റെ യാതൊരു പരിശുദ്ധിയുമില്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ നാണമില്ലേടി? തന്റെ അഭിമാനത്തിനേറ്റ ക്ഷതത്തെ വായിൽ വന്ന വാക്കുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. അന്ധമായി അവനെ സ്നേഹിച്ച് ഇരുട്ടിൽ നിന്ന് പോയ അവളെ അവനൊരു വലിയ ഗർത്തത്തിലേക്ക് പിന്നെയും തള്ളിയിട്ടു. കരഞ്ഞു തളർന്ന സത്യ ആ രാത്രിയുടെ കനത്ത ഇരുട്ടിൽ വാര്യത്തെ വീട് വിട്ടിറങ്ങി ചെന്ന് നിന്നത് വിവേകിന്റെ കുളത്തിനരികിലാണ്. തുടരും.